പോയകാല കർക്കിടക ശീലത്തെ നെഞ്ചേറ്റി കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമത്തിൽ ഇത്തവണയും ഔഷധക്കഞ്ഞി വിതരണം നടത്തി. നിത്യാനന്ദ യുവ ബ്രിഗേഡിന്റെയും നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു ഔഷധക്കഞ്ഞി വിതരണം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. കർക്കിടക മാസത്തെ പൊതുവിൽ പഞ്ഞമാസം എന്നാണ് പോയ കാലത്ത് മലയാളികൾ പറഞ്ഞിരുന്നത്. കൃഷി മുഖ്യ വരുമാന മാർഗമായിരുന്ന അന്നത്തെ തലമുറയ്ക്ക് പെയ്തു തോരാത്ത മഴയുടെ കാലം അറുതിയുടേതായിരുന്നു. അതുകൊണ്ടാണ് കർക്കിടകത്തെ പഞ്ഞമാസമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. ആരോഗ്യകാര്യങ്ങളിലും പൊതുവിൽ ഏറെ ശ്രദ്ധ വച്ചിരുന്ന മാസം കൂടിയായിരുന്നു ഇത്. ഉഷ്ണത്തിൽ നിന്നും പെട്ടെന്ന് തണുപ്പിലേക്കുള്ള മാറ്റമാണ് കർക്കിടകത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി കുറയുന്നതും പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ പിടികൂടുന്നതും അന്ന് പതിവായിരുന്നു. ഇത് മറികടക്കാനാണ് പ്രത്യേക ഔഷധക്കൂട്ടുകളോടെ കർക്കിടകക്കഞ്ഞി തയ്യാറാക്കി കഴിച്ചിരുന്നത്. പോയ കാലത്തിന്റെ ഈ ഒരു ആരോഗ്യശീലത്തെ നെഞ്ചേറ്റിയാണ് കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമത്തിൽ ഈ വർഷവും നിത്യാനന്ദ യുവ ബ്രിഗേഡും നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതിയും കൈകോർത്ത് കർക്കിടകക്കഞ്ഞി വിതരണം ചെയ്തത്. കാനായി നാരായണൻ വൈദ്യർ കഞ്ഞി തയ്യാറാക്കുന്നതിന് ചുക്കാൻ പിടിച്ചു. ഉപ്പള നിത്യാനന്ദ യോഗാശ്രമത്തിലെ പ്രതിനിധികളും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. തുടർച്ചയായ 4ാം വർഷവും ഔഷധക്കഞ്ഞി വിതരണം ചെയ്യാനായതിൽ അതിയായ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് പ്രവർത്തകർ പറഞ്ഞു. ആ കഞ്ഞി കൊടുക്കാനുണ്ടായ ഒരു കാരണം, കൊണ്ടിയാവൂർ നിത്യാനന്ദാശ്രമമുണ്ട്, നിത്യാനന്ദ യോഗ ആശ്രമം നോക്കും. അവിടെ കുറേ വർഷമായിട്ട് ഈ കഞ്ഞി കൊടുക്കും, ഔഷധ കഞ്ഞി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് കുറേ വർഷം അവിടുന്ന് കഴിച്ചിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കേരളത്തിലെ നിത്യാനന്ദ ആയുർവേദ സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട്. അവരാണ് ഇതിനു വേണ്ടി ഔഷധക്കൂട്ടുകളെല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നാട്ടിലുള്ള മുഴുവൻ പച്ചക്കറികളും പച്ച ഇലകളും ഇതെല്ലാം ഈ കറിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ആയത് വെച്ചിട്ട് നമ്മളിവിടെ 3 വർഷമായിട്ട് തുടങ്ങി. അപ്പോൾ അത് ഉണ്ടാക്കി തരുന്നത്, നമുക്ക് അതിനു വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് അതിൻ്റെ ബന്ധപ്പെട്ട സംരക്ഷണ സമിതി, നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. മരുന്ന് കഞ്ഞി മാത്രമല്ല, ഒപ്പം പ്രകൃതിദത്തമായ 9 ഇനം കറികളും വിളമ്പി. വാഴപ്പിണ്ടി സലാഡ്, ചീരപ്പച്ചടി, വാഴയിലത്തോരൻ, നെല്ലിക്കച്ചമന്തി തുടങ്ങിയവയായിരുന്നു കറികൾ. വിവരമറിഞ്ഞ നാനാഭാഗങ്ങളിൽ നിന്നും ജാതിമത ഭേദമന്യേയുള്ള അപാലവൃദ്ധം ആളുകളും ഔഷധക്കഞ്ഞി ഏറ്റുവാങ്ങാനെത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.